വാർത്തകളിലേക്ക് വിശദമായി. ആറ്റിങ്ങലിൽ മത്സ്യ കച്ചവടം നടത്തിയ സ്ത്രീയെ ആക്രമിച്ച് മത്സ്യം വലിച്ചെറിഞ്ഞ് നഗരസഭാ ജീവനക്കാർ. അഞ്ചുതെങ്ങ് സ്വദേശിനി അൽഫോൺസിയയ്ക്ക് നേരെയാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ അതിക്രമം. റോഡരികിൽ മത്സ്യവിൽപ്പന പാടില്ലെന്ന് പലതവണ നഗരസഭാ അധികൃതർ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിർദ്ദേശം അവഗണിച്ചതിനാലാണ് റോഡരികിൽ നിന്ന് മാറ്റിയതെന്ന് നഗരസഭാ അധ്യക്ഷ എസ് കുമാരി പറഞ്ഞു. ജീവനക്കാർ അതിക്രമം നടത്തിയിട്ടില്ല എന്നും എസ് കുമാരി പ്രതികരിച്ചു. റോട്ടിലൊക്കെ കൊണ്ടിട്ട് വാരി അവന്മാർ പിടിയും വലിയും വെച്ച് തലയിലിരുന്ന ചുമടാണ് അവന്മാര് പിടിച്ചു വലിച്ചിട്ടത്. ഞാൻ കൊണ്ട് ഓടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മത്സ്യം വിറ്റതിന് ശേഷമുള്ള ബാക്കി മത്സ്യവും ആ വെള്ളവും അവിടെ തന്നെ ഒഴിച്ചിട്ട് പോവുകയും ചെയ്യുന്ന വലിയ വിഷമകരമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തില് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇത് പോയി റെയ്ഡ് ചെയ്ത് പിടിക്കാറുണ്ട്. ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് അവർ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു, മാറ്റിയില്ല. അങ്ങനെ മാറ്റിയില്ല എങ്കിൽ നഗരസഭയുടെ ജീവനക്കാർ ആ മത്സ്യം എടുത്ത് കൊണ്ടുപോയി നശിപ്പിക്കുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരത് പിടിച്ചു തടഞ്ഞു. എടുക്കാൻ ചെന്ന ആളിനെ ബലമായി അവർ പിടിച്ചു വരിക്കുമ്പോഴാണ് മത്സ്യം നമ്മുടെ ജീവനക്കാർ ആരും തന്നെ മത്സ്യം എടുത്ത് എറിഞ്ഞിട്ടില്ല. ഇതാണ് അവിടെ നടന്ന സംഭവം. ആറ്റിങ്ങലിൽ നിന്നും അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, അതിക്രമം നടത്തിയിട്ടില്ല, പലതവണ ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് നീക്കാൻ ശ്രമിച്ചതാണ് എന്നാണ് നഗരസഭയുടെ വിശദീകരണം. പക്ഷേ ദൃശ്യങ്ങൾ അതിനുമപ്പുറം ചിലത് പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. ആറ്റിങ്ങലിന് സമീപത്ത് അവനവഞ്ചേരി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് ഇവിടെ മത്സ്യക്കച്ചവടം നടത്തി വന്നിരുന്നത്. ആ സമയത്ത് ഇന്ന് അവിടെ ഈ ജംഗ്ഷനിലുള്ള വിവിധ വ്യാപാരികൾ നേരത്തെ തന്നെ നഗരസഭയിൽ പരാതി നൽകിയിരുന്നു ഈ കടയിൽ പിൻഭാഗത്തെ മത്സ്യക്കച്ചവടം നടത്തുന്നത് സംബന്ധിച്ച്. അതിന്റെ അന്വേഷണത്തിനായിട്ടാണ് നഗരസഭയുടെ ഉദ്യോഗസ്ഥർ എത്തുന്നതെന്നാണ് നഗരസഭ അറിയിച്ചിട്ടുള്ളത്. ഈ മത്സ്യം അവിടെ നിന്ന് മാറ്റാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതായി പറയുന്നുണ്ട്. പക്ഷേ ഇത് മത്സ്യം പിടിച്ചെടുക്കുക എന്ന നടപടിയിലേക്ക് പോയപ്പോഴാണ് ഇവർ തമ്മിൽ കയ്യേറ്റം, ഉന്തും തള്ളുമൊക്കെ ഉണ്ടായ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ട ആ ദൃശ്യങ്ങൾ ഉണ്ടായത് ആ സമയത്താണ്. എന്നാൽ ഈ ഇത്തരത്തിൽ നേരത്തെ തന്നെ നഗരസഭ നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് നഗരസഭ പറയുന്നത്. ഇപ്പോൾ ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവരുടെ ഉപജീവന മാർഗമാണ്, മത്സ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നഗരസഭാ അധികൃതർ പറയുന്നത് പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും അനുസരിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം മാത്രമാണ് നടന്നത്. അപ്പോഴുണ്ടായ പിടിവലിയിൽ മത്സ്യം തറയിൽ വീണതാണ് എന്നതാണ് നഗരസഭയുടെ വിശദീകരണം. ഇനി പോലീസ് കേസോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ കഴിയുക. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീടിന് സമീപം നിന്നയാളെ പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന പരാതിയിൽ കഴക്കൂട്ടം SIക്ക് സസ്പെൻഷൻ. പ്രിൻസിപ്പൽ SI വിമലിനാണ് സസ്പെൻഷൻ. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടേതാണ് നടപടി. പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മർദ്ദനമേറ്റ UV ഷിബുകുമാർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. വാഹനത്തിലെത്തിയ പോലീസ് കാരണം പറയാതെ മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. VS അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, പോലീസ് നടപടിയെ മുഖ്യമന്ത്രി സഭയിൽ ന്യായീകരിച്ച് മണിക്കൂറുകൾക്കകമാണ് ഒരു SIക്കെതിരെ നടപടി ഉണ്ടാകുന്നത്. അകാരണമായി മർദ്ദിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ നടപടി. ഈ നടപടിയിലേക്ക് നീണ്ട സംഭവം എന്താണ്? ഒപ്പം ഈ നടപടി ഉണ്ടായത് ആരുടെയൊക്കെ ഇടപെടൽ മൂലമാണ്? റേണുക, ഞായറാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവാവിന് പോലീസിന്റെ മർദ്ദനമേറ്റത്. യുവാവിന്റെ പരാതി പ്രകാരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാറിലെത്തിയ കഴക്കൂട്ടം SIയും സംഘവും മർദ്ദിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ദേഹത്ത് മർദ്ദനമായി, പ്രത്യേകിച്ച് ഈ ലാത്തിയടിയേറ്റ പാടുകളുമുണ്ട്. ഇതടക്കം കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും DGPക്കും ഇദ്ദേഹം പരാതി നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ കഴക്കൂട്ടം SI വിമലിനെ സസ്പെൻഡ് ചെയ്യാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായ ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ ഈ പരാതിക്കാരനെതിരായിട്ടുള്ള ഒരു വികാരം കൂടെ അവിടുത്തെ സമീപവാസികളും നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ സംഭവം നടന്ന സ്ഥലത്ത് മദ്യപ സംഘത്തിന്റെ സ്ഥിരം പ്രശ്നമുള്ള ഇടമാണ്. നേരത്തെയും പലതവണ പോലീസ് ഇവിടെ എത്തി ഈ സംഘത്തെ ഓടിച്ചുവിടുന്നത് പതിവാണ്. സംഭവം നടന്ന ദിവസവും പോലീസിനെ നാട്ടുകാർ വിളിച്ച പ്രകാരമാണ് അവിടെ എത്തിയത്. ഇവരെ വിരട്ടി ഓടിക്കുന്നതിനിടെയാണ് ഇയാൾക്ക് മർദ്ദനമേറ്റത് എന്നുള്ളതാണ് പോലീസ് ഭാഷ്യവും അവിടുത്തെ ഒരു വിഭാഗം നാട്ടുകാരും പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പ്രാഥമികമായ സമഗ്രമായ ഒരു അന്വേഷണം തിരുവനന്തപുരം DCP നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. പിഴ ചലഞ്ചുമായി പോലീസ്.
ഓണക്കാലത്ത് പോലീസിന്റെ പിഴ ചലഞ്ച്. രണ്ടാം തരംഗത്തിന്റെ മൂർധന്യത്തിൽ ജനങ്ങളിൽ നിന്നും പിഴയായി പിഴിഞ്ഞത് 125 കോടി. മെയ് 8 മുതൽ ഓഗസ്റ്റ് 4 വരെ 17.75 ലക്ഷം കേസുകളാണ് കോവിഡ് നിയമലംഘനത്തിന്റെ പേരിൽ ചുമത്തിയത്. മാസ്ക് ധരിക്കാത്തതിന് മാത്രം 53.6 കോടി രൂപ പിഴ ചുമത്തി. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിലാണ് മലയാളി. കോവിഡ് പ്രഹരത്തിൽ തകർന്ന ജീവിതം പച്ചപിടിപ്പിക്കാൻ ഇറങ്ങുന്നവർക്ക് പോലീസിന്റെ വക പിഴ ചലഞ്ച്. രണ്ടാം തരംഗകാലമായ മെയ് 8 മുതൽ ഓഗസ്റ്റ് 4 വരെ 17.75 ലക്ഷം കേസുകളിലായി ഏതാണ്ട് 125 കോടി രൂപയാണ് പോലീസ് പിഴ ഈടാക്കിയത്. ഗവൺമെന്റ് ഓർഡറിൽ വാങ്ങുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പാവങ്ങളെ നെക്കി പിഴിഞ്ഞ് അവരുടെ കഞ്ഞിൽ ഇത് ചെയ്യുന്നത് ഒരു മോസ്തരം തന്നെയാണ്. മാസ്ക് ധരിക്കാത്തതിന് 53.6 കോടി രൂപയും വാഹനങ്ങൾ പിടികൂടി 46 കോടി രൂപയും പിഴ ഈടാക്കി. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്ന കഴിഞ്ഞ 4 ദിവസത്തിനിടെ 4.5 കോടി രൂപയാണ് പോലീസ് പിഴിഞ്ഞത്. റോബറി എന്ന് പറയുന്നത് ഒരാളെ ഇന്റിമിഡേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അതായത് ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാക്കി, അല്ലെന്നുണ്ടെങ്കിൽ അടി കൊടുത്ത്, ഇത് ഈ രീതിയിൽ അയാളുടെ ഇന്ന് പൈസയോ എന്തെങ്കിലും വിലയുള്ള വസ്തുക്കളെ പിടിച്ചു പറിച്ചാൽ അത് റോബറി എന്ന് പറയും. അതാണ് കാര്യം. ഈ പോലീസ് നടത്തുന്നത് ഇത് ക്ലീൻ കേസ് ഓഫ് റോബറി അല്ലേ? ഓരോ സ്റ്റേഷനിലും കൃത്യം ടാർഗറ്റ് നൽകിയാണ് പിഴപ്പിരിവ്. ഒരു ദിവസം കുറഞ്ഞത് 30 വണ്ടികൾ പിടിക്കുകയും 5 കടകൾ അടപ്പിക്കുകയും വേണമെന്നാണ് നിർദ്ദേശം. ഇന്നലെ മാത്രം 6986 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കുടുംബമൊന്നും നോക്കണമല്ലോ, ഗവൺമെന്റ് അതും ശ്രദ്ധിക്കണമല്ലോ. ഇതിപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വന്നിട്ട് അതടക്കി ഇതടക്കി വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഗവൺമെന്റ് ഒന്ന് ചിന്തിക്കണം, പോലീസുകാർ ചിന്തിക്കണം, ആരും ഇവിടെ ചിന്തിക്കണില്ല. കഴുത്തറുപ്പൻ സ്വകാര്യ ബാങ്കുകളിലെ എക്സിക്യൂട്ടീവുമാരെ പോലെ നമ്മുടെ പോലീസ് ഇങ്ങനെ തെരുവിൽ നിൽക്കുകയാണ്. കോവിഡിൽ കഷ്ടപ്പെടുന്ന മലയാളിക്ക് പിഴകിട്ട് ടാർഗറ്റ് തികയ്ക്കാൻ. VSNU ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസിന്റെ പിഴ ചലഞ്ചിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയാണ് പിഴ ചുമത്തുന്നത്. ഇത് എന്തോ മഹാ അപരാധമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പാലിക്കേണ്ട കോവിഡ് മാനദണ്ഡങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്. അതിൽ ശാരീരിക അകലം പാലിക്കലുണ്ട്, മാസ്ക് ധരിക്കലുണ്ട്, അതുപോലുള്ള മറ്റു മാനദണ്ഡങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ അവരെ ഏൽപ്പിച്ചൊരു ചുമതലയാണ്. ആ ചുമതലയുടെ ഭാഗമായി സ്തുത്യർഹമായി അവരത് നിർവഹിക്കുന്നുവെന്നാണ് നാം കണ്ടിട്ടുള്ളത്. അതേസമയം സംസ്ഥാനത്ത് പോലീസ് രാജാണ് നിലനിൽക്കുന്നതെന്നും പോലീസിന് ഭ്രാന്ത് പിടിച്ചെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അട്ടപ്പാടിയിൽ ഊറുമൂപ്പനും മകനും നേരെ നടന്നത് പോലീസിന്റെ നരനായാട്ടാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നിയമവാഴ്ച നിലനിർത്താനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പോലീസ് നടപടിയെ നിയമസഭയിൽ ന്യായീകരിച്ചു. അട്ടപ്പാടി ആദിവാസിയൂരിലെ പോലീസ് നടപടി ഉദാഹരണമായി പറഞ്ഞാണ് പ്രതിപക്ഷം പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത്. അതിരാവിലെ ഊരുകളിലെ കുടിലുകളിലെത്തി മൂപ്പനെയും മകനെയും ഭീകരവാദികളെ പോലെ അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ നരനായാട്ടാണ് അട്ടപ്പാടിയിൽ നടന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പോലീസിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് സാർ. ഇവിടെ പശുവിന് പുല്ലരിയാൻ പോയവന് 2000 രൂപ ഫൈൻ ഇടുകയാണ്. ബാങ്കിൽ പോയ ഗൗരി നന്ദ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നിങ്ങൾ പെറ്റി അടിച്ചു കൊടുക്കുകയാണ് സാർ. അതുപോലെ തന്നെ പാവപ്പെട്ട മത്സ്യ കച്ചവടക്കാരിയായ സഹോദരിയുടെ മത്സ്യക്കൊട്ട വലിച്ചെറിയാണ് സാർ. കല്യാണം കഴിക്കാൻ പോയ നവവരന് റോട്ടിൽ ഫൈൻ അടിച്ച സർക്കാരാണ് സാർ നിങ്ങളുടെ സർക്കാർ. ബലിതർപ്പണത്തിന് പോയ അമ്മയ്ക്കും മകനും 2000 രൂപ ഫൈൻ എഴുതി കൊടുത്തു. 2000 രൂപ പോലീസ് വാങ്ങി. റെസീറ്റ് ചോദിച്ചപ്പോഴോ 500 രൂപന്റെ റെസീറ്റ് കൊടുത്തു. ബാക്കി 1500 എവിടെയാണ് സാർ? ബാക്കി 1500 എവിടെയാണ് സാർ? അപ്പൊ ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. മൂപ്പനും മകനും പോലീസിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ക്രമസമാധാനം പാലിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് പറഞ്ഞ് നടപടികളെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. പോലീസിനെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായി വരുമല്ലോ. അവിടെ ബലപ്രയോഗം പോലീസിനെതിരെ നടന്നു, അത് നമ്മൾ കാണാതിരിക്കരുത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നില എടുത്തു പോകരുത്. ഇവിടെ എല്ലാ പ്രശ്നങ്ങളിലും പോലീസ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. കൊലക്കേസ് പ്രതികളോട് പോലും ചെയ്യാത്തതാണ് ആദിവാസികളോട് പോലീസ് ചെയ്തത്. കൈനകരിയിൽ ആ ഡോക്ടറുടെ കരണക്കുറ്റിക്കിട്ടാണ് നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറി അടിച്ചത്. അറസ്റ്റ് ചെയ്തോ പോലീസ്? ലോക്കൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തോ പോലീസ്? കരണക്കുറ്റിക്കിട്ട് ഡോക്ടറുടെ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും കൂടി അടിച്ചത്. എന്നിട്ട് ഇതുവരെ
ഇതുവരെ ആ ലോക്കൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാത്ത പോലീസാണ് ഈ ആദിവാസിയുടെ പാവത്തിന്റെ വീട്ടിൽ കയറിപ്പോയത്. അട്ടപ്പാടിയിലെ പോലീസ് ഭൂമാഫിയയുടെ കയ്യാളാണെന്നും ആദിവാസി സമൂഹം ഭീതിയിലാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ അധ്യക്ഷന് നേരെ ഫയലെറിഞ്ഞു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയായിരുന്നു സംഭവം. പ്രതാപ് ബജ്വയാണ് ഫയൽ വലിച്ചെറിഞ്ഞത്. KP അഭിലാഷ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, വലിയ പ്രതിഷേധത്തിനാണ് സഭ ഇന്നും വേദിയായത്. നേരത്തെ മന്ത്രിയുടെ പ്രസ്താവന വലിച്ചു കീറിയതുൾപ്പെടെയുള്ള നടപടികൾ സഭയിൽ ഈ സമ്മേളന കാലത്തുണ്ടായിരുന്നു. അതിൽ അംഗങ്ങൾക്കെതിരെ നടപടിയും ഉണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്? രേണുക, നേരത്തെ പെഗസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലായിരുന്നു വലിയ തോതിൽ പ്രതിഷേധം ഇരമ്പിയത്. അതേ തുടർന്നായിരുന്നു അംഗങ്ങളെ അടക്കം സസ്പെൻഡ് ചെയ്ത പശ്ചാത്തലമുണ്ടായത്, തൃണമൂൽ കോൺഗ്രസ് MP അടക്കം. എന്നാൽ ഇന്ന് കർഷക നിയമവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വലിയ തോതിൽ മുദ്രാവാക്യങ്ങളടക്കം മുഴക്കിക്കൊണ്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഇതിനിടെയാണ് ഒരംഗം സഭയിലെ മേശപ്പുറത്തേക്ക് കയറി നിന്നുകൊണ്ട് വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയത്. ഈ പ്രതിഷേധത്തിനിടയിൽ അദ്ദേഹം ഈ കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട കരട് ഉൾപ്പെടെ ഉള്ള ഫയൽ ഉയർത്തിപ്പിടിക്കുകയും ആ ഫയൽ അധ്യക്ഷന് നേരെ എറിയുകയുമാണ് ചെയ്തത്. പ്രതാപ് ബജ്വ ആണ് ഇത്തരത്തിൽ ഫയൽ എറിഞ്ഞത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ അടിയന്തരമായി തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഈ പ്രതിപക്ഷ പ്രതിഷേധം കനത്തതിനെ തുടർന്ന് രാജ്യസഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സഭാ നടപടികൾ ഇന്നത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. സഭാ നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, പ്രത്യേകിച്ച് ഓഗസ്റ്റ് 13 വർഷകാല സമ്മേളനം സമാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഈ പ്രതിഷേധം അരങ്ങേറിയിട്ടുള്ളത്. സഭാ നടപടികൾ ഒരു സമ്മേളന കാലയളവിൽ പൂർണ്ണമായും തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. പെഗസസും കാർഷിക നിയമവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഹ്രസ്വ ചർച്ച പിന്നീട് ഈ വിഷയത്തിലടക്കം അനുവദിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം. അഭിലാഷ്, ഇനി ഈ പ്രതിഷേധങ്ങളിൽ അംഗങ്ങൾക്കെതിരെ നടപടിക്കുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും സഭാചട്ടം അനുസരിച്ച് വലിയ നടപടിക്കുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് സഭാ അധ്യക്ഷന് നേരെ ഇത്തരത്തിൽ പ്രകോപനപരമായി നടപടിയെടുക്കാൻ സഭാധ്യക്ഷന് ചട്ടപ്രകാരം സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല, സഭാ അധ്യക്ഷന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് പോലും സഭയുടെ ചട്ടപ്രകാരം നടപടിക്ക് ആവശ്യമാകുന്ന കുറ്റകൃത്യം തന്നെയാണ്. അതിനിടെയായിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പറുകൾ വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസ് അംഗത്തിന് നടപടി നേരിടേണ്ടി വന്നത്. പ്ലക്കാർഡുകളും മറ്റും ഉയർത്തിക്കൊണ്ട് സഭാധ്യക്ഷന് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചതിന് വി ശിവദാസൻ അടക്കമുള്ളവരെ ശാസിക്കുകയും താക്കീത് ചെയ്യുകയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് തീർച്ചയായും നടപടി അടിയന്തരമായി തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. KP അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രാജ്യത്തെ ആകെ കോവിഡ് രോഗികളിൽ 51% കേരളത്തിലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ മാത്രം 1 ലക്ഷത്തിലധികം കോവിഡ് കേസുകളെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇപ്പോൾ വാർത്താസമ്മേളനം പൂർത്തിയായിരിക്കുന്നു. വാർത്താസമ്മേളനത്തിലാണ് ആരോഗ്യ മന്ത്രാലയം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഈ കണക്കുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേരളത്തിലാണ് 51% രോഗികളും ഉള്ളത്. നമുക്കറിയാം, ദിവസേന സ്ഥിരീകരിക്കുന്ന കേസുകളിൽ 10,000-ൽ കൂടുതൽ കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ മാത്രമാണ്. പകുതിയിൽ കൂടുതലും കേസുകൾ കേരളത്തിൽ മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ അതിന്റെ വിശദമായ വിവരങ്ങൾ കൂടി കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വാർത്താസമ്മേളനം അവിടെ നടക്കുന്നുണ്ട്, അതിലേക്ക്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്.
ആകെയുള്ള രോഗികളിൽ 51% രോഗികളും കേരളത്തിലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ മാത്രം 1 ലക്ഷത്തിലധികം കോവിഡ് കേസുകളെന്നും ആരോഗ്യ മന്ത്രാലയം കണക്കുകൾ മുൻനിർത്തി പറയുകയാണ്. വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 10,000-ലധികം കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനവും കേരളം മാത്രമാണ്. जो जीनोमिक सीक्वेंसिंग एक एक्टिविटी के रूप में लेता है, होल जीनोम सीक्वेंसिंग, उसके बारे में कि आज की तारीख में हमारा स्टेटस क्या है। तो जैसा कि आप सबको ज्ञात है कि जीनोम सीक्वेंसिंग के लिए एक इंसाकॉग का नेटवर्क बनाया गया, जिसमें डिपार्टमेंट ऑफ साइंस एंड टेक्नोलॉजी, CSIR, ICMR, NCDC और DBT के ऑर्गेनाइज लैब्स को लेके एक नेटवर्क बनाया गया, जिसमें शुरू में 10 लैब थे और बाद में उसको एक्सपेंड करके उसमें जो है 18 लैब और जोड़े गए। तो कुल मिला के जो है 28 लैब आज की तारीख में हो गए। अगर हम इसके ऑब्जेक्टिव में जाएं तो इसका बेसिक पर्पस पहले था कि हम वेरिएंट ऑफ कंसर्न डिटेक्ट करें, जिसमें अल्फा वेरिएंट मुख्य वेरिएंट था जो कि यूके में डिटेक्ट हुआ था। तो हम ये देखना चाहते थे कि क्या किसी इंटरनेशनल ट्रैवलर के द्वारा ये वेरिएंट भारत में आ तो नहीं गया है, अगर आ गया है तो कितनी तादाद में आया है, कहाँ कहाँ पर आया है, और आने के बाद उसने किस प्रकार का हमारे देश में सर्ज को या ट्रांसमिशन को इफेक्ट किया है। दूसरा हमारा ये था कि हमारे देश में जो इवेंट्स हो रहे हैं उन इवेंट में कोई कहीं वेरिएंट के द्वारा एक्सपोनेंशियल सर्ज तो नहीं देखने को मिल रही। तो इसी तहत हम लोगों ने महाराष्ट्र में सर्ज को देखा था और उसकी जीनोम सीक्वेंसिंग के बाद ये पता चला था कि उसमें डेल्टा वेरिएंट का मुख्यतः रोल था। तीसरी बात हमारी ये होती है, जो आज की तारीख में हम सभी जगह देख रहे हैं दुनिया में, कि डिफरेंट अलग अलग टाइप के वेरिएंट्स आ रहे हैं और अलग अलग टाइप के वेरिएंट डिफरेंट टाइप के पब्लिक हेल्थ इम्पैक्ट्स को भी गाइड कर रहे हैं। मुख्यतः केरला और महाराष्ट्र में देखें तो 62.25% ऑफ टोटल एक्टिव केसेस देश में अभी इन 2 स्टेट्स में हम देखते हैं, और जिसमें मुख्यतः केरला में 1,77,000 एक्टिव केसेस हैं, which constitute to around 43.7% of total active cases in the country. മറ്റു വാർത്തകളിലേക്ക്. ഈ ബുൾജെറ്റ് വ്ളോഗർമാരുടെ വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. മോട്ടോർ വാഹന നിയമം ലംഘിച്ചതിനാണ് നടപടി. വാഹനത്തിന്റെ ഉടമയ്ക്ക് രജിസ്ട്രേഷൻ റദ്ദാക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വ്ളോഗർമാരുടെ ലൈസൻസ് റദ്ദാക്കാനും നടപടി തുടങ്ങി. മനു ഭരതാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ഈ ബുൾജെറ്റ് വാഹന ഉടമകൾക്കെതിരെ കടുത്ത നടപടികളിലേക്കാണ് നീങ്ങുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾ ഇതുവരെ ഉള്ളതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. എന്തൊക്കെ നടപടിക്കാണ് ഒരുങ്ങുന്നത്? ഈ ബുൾജെറ്റ് യൂട്യൂബർമാർ നൽകുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്ന സന്ദേശം യുവാക്കളിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് പോലീസും അതുപോലെ മോട്ടോർ വകുപ്പും ഒരേ തരത്തിൽ അവരുടെ നടപടിക്രമങ്ങൾ ശക്തമാക്കുന്നത്. ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ റദ്ദാക്കുക എന്ന നടപടിയിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുന്നത്. മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൻ്റെ സെക്ഷൻ 51A പ്രകാരം ഉള്ള വകുപ്പുകൾ പരിശോധിച്ചുകൊണ്ടാണ് ഇതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് 53A അനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ നടപടിയിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഇവരുടെ ലൈസൻസിനെ കുറിച്ചുള്ള പരിശോധനകൾ ഉണ്ടാകും. നിയമാനുസൃതം ഇവരുടെ ഭാഗം കേൾക്കണം എന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇവർക്ക് ബോധിപ്പിക്കാനുള്ളത് ബോധിപ്പിക്കാൻ ഒരു അവസരം നൽകും. പക്ഷേ തത്വത്തിൽ ഇവരുടെ വാഹന രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക എന്ന നിലപാടിലേക്കാണ് മോട്ടോർ വെഹിക്കിൾ വിഭാഗം നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ ബ്ലോഗർമാരുടെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വാദം പൂർത്തിയായിരിക്കുന്നു. ഒടുവിൽ എന്ത് തീരുമാനമെടുക്കും എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അത് ഈ കോടതി പിരിഞ്ഞിരിക്കുന്നു. അതിനുശേഷം അതിലൊരു തീരുമാനമെടുക്കാം എന്നാണ് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഈ ബുൾജെറ്റ് യൂട്യൂബർമാരെ അറസ്റ്റ് ചെയ്തതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കലാപ ആഹ്വാനം നടത്തുന്നവരെ പോലീസ് നിരീക്ഷിച്ചു വരികയാണെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ അറിയിച്ചു. യൂട്യൂബർമാരുടെ വീഡിയോകൾ മോണിറ്റർ ചെയ്യാൻ പ്രത്യേക സംഘത്തെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം പ്രസിദ്ധീകരിക്കാത്തതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് പിഴ ശിക്ഷ വിധിച്ച് സുപ്രീംകോടതി. ബിജെപി, കോൺഗ്രസ്, സിപിഐ ഉൾപ്പെടെയുള്ള 8 രാഷ്ട്രീയ പാർട്ടികൾ പിഴയടയ്ക്കണം. എൻസിപിക്കും സിപിഐക്കും 5 ലക്ഷം രൂപയും ബിജെപിക്കും കോൺഗ്രസിനും 1 ലക്ഷം രൂപ വീതവുമാണ് കോടതി പിഴയിട്ടത്. കെ പി അഭിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കുൾപ്പെടെയാണ് പിഴ ശിക്ഷ സുപ്രീംകോടതി വിധിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? രേണുക, വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളിലെ ക്രിമിനൽ വൽക്കരണം ഇല്ലാതാക്കണം എന്നുള്ള സന്ദേശം തന്നെയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവം സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. അത് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് 48 മണിക്കൂറിന് അകമോ അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള തീയതി പ്രഖ്യാപിച്ച് 14 ദിവസത്തിനകമോ ഈ വ്യക്തികളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതായിരുന്നു കോടതി വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൽ ഈ 48 മണിക്കൂറിനകം തന്നെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട ഭേദഗതി വരുത്തിയതിനോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ശിക്ഷ നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ക്രിമിനൽ പശ്ചാത്തലം വെളിപ്പെടുത്താത്തതിനെ കോടതി അലക്ഷ്യമായി കണ്ടുകൊണ്ട് സുപ്രീം കോടതി രാഷ്ട്രീയ പാർട്ടികൾക്ക് പിഴശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി, ജനതാദൾ, രാഷ്ട്രീയ ലോക് സമസ്ത പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ലോക് ജനശക്തി പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, രാഷ്ട്രീയ ജനതാദൾ എന്നിങ്ങനെ 8 രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. കെ പി അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന് റിലയൻസിന്റെ കൈത്താങ്ങ്. കേരളത്തിന് 2.5 ലക്ഷം കോവിഡ് വാക്സിൻ നൽകാൻ റിലയൻസ് ഫൗണ്ടേഷൻ സന്നദ്ധത അറിയിച്ചു. ഇത് സംബന്ധിച്ച കത്ത് നാളെ മുഖ്യമന്ത്രിക്ക് കൈമാറും. സർക്കാരിന്റെ അനുമതിക്ക് ശേഷം കോവിഡ് വാക്സിൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കൊച്ചിയിലെ വെയർഹൌസിൽ എത്തിക്കുമെന്ന് റിലയൻസ് ഫൗണ്ടേഷൻ അറിയിച്ചു. വരവേൽക്കാൻ ജന്മനാട്. ടോക്കിയോ ഒളിമ്പിക്സിലെ ചരിത്ര വിജയത്തിന് ശേഷം PR ശ്രീജേഷ് വൈകിട്ട് കൊച്ചിയിലെത്തും. 5 മണിയോടെ നെടുമ്പാശ്ശേരിയിലെത്തുന്ന ശ്രീജേഷിന് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകും. വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെയായിരിക്കും ജന്മനാടായ കിഴക്കമ്പലത്തേക്കുള്ള യാത്ര. ഇന്ത്യൻ ഹോക്കിയുടെ വൻമതിലായ, ഇന്ത്യൻ ഹോക്കിയുടെ കാവൽ മാലാഖ എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ ഹോക്കിയുടെ ലോകത്ത് പാറിപ്പറത്തിയ, ഇന്ത്യൻ ഹോക്കിയെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയരെ ഉയരെ പറക്കാൻ പഠിപ്പിച്ച ഇന്ത്യൻ ഹോക്കിയുടെ ധീരപുത്രൻ, കഴിഞ്ഞ 21 വർഷക്കാലമായി ഇന്ത്യൻ ഹോക്കിയുടെ ഗോൾ വലയം കാത്തവൻ, ചാട്ടുളി പോലെ വന്ന ആക്രമണങ്ങളെ തന്റെ വിരിമാറുകൊണ്ട് പറഞ്ഞിട്ടവൻ, ആ PR ശ്രീജേഷ്, പത്മശ്രീ PR ശ്രീജേഷ്, മലയാളികളുടെ അഭിമാനം, ഇന്ത്യയുടെ ധീരപുത്രൻ. നെടുമ്പാശ്ശേരിയിൽ നിന്ന് MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഇനി മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 30 മിനിറ്റിനകം ശ്രീജേഷ് അവിടെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മെഡൽ തിളക്കത്തിൽ ശ്രീജേഷ് എത്തുമ്പോൾ എത്ര വലിയ സ്വീകരണമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? രേണുക, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ശ്രീജേഷിനെ സ്വീകരിക്കുന്നതിനുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെ തുറന്ന വാഹനത്തിലാണ്, ജീപ്പിലാണ് ശ്രീജേഷിനെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. സ്പോർട്സ് കൗൺസിലിന്റെ ഭാരവാഹികൾ ഒന്നടങ്കം നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തുകയും അവർ വിമാനത്താവളത്തിനുള്ളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ശ്രീജേഷിന്റെ കുടുംബത്തിലെ അംഗങ്ങളടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ്. പക്ഷേ വലിയൊരു ജനക്കൂട്ടത്തെ വിമാനത്താവളത്തിനുള്ളിലേക്ക് കയറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വലിയൊരു പുരുഷാരം അകത്തൊഴിവാക്കിയിരിക്കുന്നു. എന്നാൽ പുറത്ത് നിരവധി ആരാധകരടക്കമുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രാജകീയമായ ഒരു വരവേൽപ്പ് തന്നെ നൽകും എന്നാണ് അറിയിക്കുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വരുന്നത് കാണാൻ വേണ്ടി. അവാർഡ് നേടിയ സമയം മുതൽ ആ മെഡലൊന്ന് കാണാം, ആളെ ഒന്ന് കാണുക. അതെ, ആളെ ഒന്ന് കാണുക എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും കേരളത്തിന്റെ മൊത്തം ഒരു പ്രതീക്ഷ ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയ പോലെ ആ ഒരു നിമിഷത്തിലേക്ക് ഇനി ഏതാനും സെക്കൻഡുകൾ. എന്തായാലും ഇനി മിനിറ്റുകളുടെ കാത്തിരിപ്പേ ഉള്ളൂ. അമ്മയും അച്ഛനും ഭാര്യയും മക്കളും ഒക്കെ ശ്രീജേഷിനെ കാത്തെത്തിയിരിക്കുകയാണ്. ആരാധകരും ധാരാളം പേർ വിമാനത്താവളത്തിന് ചുറ്റും തമ്പടിച്ചിട്ടുണ്ട്.